ഉണ്ടായിരുന്ന ഒരാളെ കൊല്ലങ്ങൾക്ക് മുമ്പേ സ്വയം പറഞ്ഞേച്ച ആളല്ലേ മേനോൻ. പിന്നെ ഇപ്പൊ അസൂയപ്പെട്ടിട്ടെന്താ കാര്യം? അതെ, ആർക്കും ഒരു ദണ്ണവും വേണ്ട. അകമ്പടി തന്നെയാ. ടീച്ചർ എവിടൊക്കെ പോയാലും അവിടെ ഒക്കെ അകമ്പടി ഉണ്ടാവും. അതെ പരമേശ്വരൻ നായരെ, ഞാൻ അകമ്പടി പോണതേ എന്റെ സ്വന്തം ഭാര്യയ്ക്കാ. എടോ രാവുണ്യായരെ, താൻ എന്നെ അങ്ങോട്ട് വെച്ചുല്ലോ. ഒരാക്ഷേപവും ഞാൻ പലർക്കും അകമ്പടി പോവാറുണ്ട്. അകമ്പടി മാത്രല്ല എന്ന് വെച്ചോളൂ, അതിന്റെയും കൂടി എന്റെ ഈ ദീർഘായുസ്. അതെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാളും ഒരു 4-5 വയസ്സ് മൂപ്പെങ്കിലും എനിക്കുണ്ടല്ലോ. അതെന്നെ കണ്ടാ തോന്നുവോ? എന്റെ വർത്താനം കേട്ടാലോ? ഇല്ല. എന്താ കാര്യം? ചിട്ടപ്പടിയുള്ള ജീവിതം. നോക്കിക്കോ, നിങ്ങളുടെ ഓരോരുത്തരുടെയും അസ്ഥി കുടത്തിലാക്കി ഈ പുഴയെ കൊണ്ടുവന്ന് ഒഴുക്കുന്നത് കണ്ടിട്ട് ഈ പരമേശ്വരനാര് പോവും. അതിലാർക്കും ഒരു സംശയവും വേണ്ട. നമുക്ക് കാണാം. ഇങ്ങനെ പറഞ്ഞ പലരുടെയും അടിയന്തരം ഞങ്ങൾ ഉണ്ടതാ. ഈ പരമേശ്വരൻ നായരെ കൊണ്ട് തോറ്റു. ചിരിച്ചിരിച്ച് അടിവയറ്റില് നീരായി. അതൊരു സിദ്ധിയാ മാഷേ, എല്ലാരെ കൊണ്ടും പറ്റില്ല. ഭാഗ്യവാൻ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ മേന്നെ. സരസ്വതി ടീച്ചർ വന്നു എന്ന് വെച്ചാൽ രാമുണ്ണി മാഷക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ അകമ്പടി പോട്ടെ. പിന്നെ ഞാനങ്ങട് പോണ്ടെന്ന് പറഞ്ഞ മാഷോട് നിൽക്കുവോ? ഇല്ലല്ലോ, എന്നാ പൊക്കോളൂ. അപ്പോഴേ നാളെ ട്രഷറിയിൽ വെച്ച് കാണാം. വയസ്സായി, ഒരു കൂനും വലിയ ഈടില്ല. അല്ല, ഇന്നെന്താ മാഷെ പതിവില്ലാണ്ട് ഒറ്റയ്ക്ക്? ട്രഷറിയിലേക്കാടോ. പെൻഷൻ വാങ്ങാനാവും. അല്ലാണ്ട് ടീച്ചർ ഇല്ലാതെ നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് പോവാറ് പതിവില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ശിവരാമണ്ണാര് പോയപ്പോ ഞാൻ അവന്റെ മോൾ പെൻഷൻ കാശ് കൂട്ടാൻ ഒന്നും വേണ്ടിയില്ല. ഞാൻ പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ ജോസ് നല്ല മെടുക്കൻ ചേട്ടോ. അതിൽ തന്നെയായിരുന്നു. നമ്മുടെ കണച്ചിലാഴ്ച രാവപ്പണിക്കുണ്ടല്ലോ, ഒറ്റ അസുഖം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസം ഇതുപോലെ എന്റെ പിന്നിൽ നിന്ന് പെൻഷൻ വാങ്ങിച്ചോണ്ട് പോയതാ. അപ്പൊ നമ്മുടെ പിന്നിൽ നിന്ന് തട്ടിപ്പോന്നാ പറയണേ. ഉരുത്തക്കേട് പറയാതെ. എനിക്ക് എന്റെ മാഷേ പെൻഷൻ വാങ്ങിക്കുന്ന ദിവസം ഉണ്ടല്ലോ, വീട്ടിലിരുന്ന ഇരിക്കപ്പുറതിയില്ല. അതും കൊണ്ട് കൈ കിട്ടുന്നവരെ ഒരു സ്വസ്ഥതയില്ല. എങ്ങനെയാ ഹേ അങ്ങനെ അല്ലാണ്ട് വരിക? ആരെ ആശ്രയിക്കാതെ അവനവന്റെ കാലിലാ നിൽക്കുന്നെന്ന് തോന്നുന്നത് ഈ ഒരൊറ്റ ദിവസമല്ലേ ഉള്ളൂ. അത് തനിക്ക്. ഞങ്ങളൊക്കെ ഈ തൊലി കണ്ടുകൊണ്ടല്ല ജീവിക്കണത്. പെൻഷൻ കാശാവുമ്പോ പഴയ നോട്ടായാലും മതിയെന്നായിരിക്കും അല്ലേ? നിങ്ങളും ഒരു ദിവസം ഇവിടെ ക്യൂ നിൽക്കേണ്ട ആളാണെന്നുള്ള കാര്യം മറക്കണ്ട. അല്ല, പുത്തന്നോട്ട് തന്നെ വേണാവോ? തന്നോട് പറഞ്ഞില്ല. ഇങ്ങനെ മാറണ്ട മേന്നെ. ടീച്ചർക്കും പെൻഷനായിട്ടോ? അതെയോ? രണ്ടാളുടെയും പേയ്മെന്റ് ഒരു ദിവസം ആക്കി തരണം. പേപ്പർ വരട്ടെ, നോക്കാം. ഈ പടവലങ്ങ സ്വല്പം വാടിയിട്ടുണ്ടല്ലോ കോവിന. ഇല്ല മാഷേ, ഇപ്പൊ പൊട്ടിച്ചോണ്ട് വരുന്ന വഴിയാ. അതെ, ഇനി എപ്പോഴാണോ വരേണ്ടത്? ഒരാഴ്ച കഴിയട്ടോ. ഇത് മുഴുവൻ തിന്നു തീർക്കാൻ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഇവിടെ. അത് ശരിയാ. തീർത്ത് നാളെ ഞാനൊന്ന് വീട് വരെ പോയാലോ എന്ന് ആലോചിക്കുക. അങ്ങോട്ട് വിളിച്ചാൽ മാഷ് വരില്ലല്ലോ. ലക്ഷ്മിക്കുട്ടിയും മക്കളും മാത്രമല്ലേ ഉള്ളൂ അവിടെ.
പിറ്റേന്ന് തന്നെ മടങ്ങാം. എന്താ ഒന്നും മിണ്ടാത്തത്? മാഷേ, പോണം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ, പിന്നെന്താ പ്രത്യേകിച്ച് മിണ്ടാനുള്ളത്? അയ്യോ പതുക്കെ പതുക്കെ. പൊക്കോളൂ, എവിടെയാണെന്ന് വെച്ചാ പൊക്കോളൂ. അല്ല, പിറ്റേന്ന് തന്നെ. എന്തിനാ പിറ്റേന്ന് ആക്കണത്? ഒരാഴ്ചയോ ഒരു മാസോ എത്രയാ വേണ്ടെന്ന് വെച്ചാൽ താമസിച്ചിട്ട് സൗകര്യം പോലെ വന്നാ മതി. ഇവിടെ ഇങ്ങനെ ഒരുത്തനുണ്ടല്ലോ ഒറ്റയ്ക്ക്, ഞാൻ എങ്ങനെയാലും കഴിഞ്ഞോളാം. കുട്ടിയെ, മുറ്റത്ത് തന്നെ നിക്കണ്ട, അങ്ങോട്ട് കയറിക്കോളൂ. ഇത് അന്യ വീടൊന്നും അല്ല. ഹൈ, തനിക്കറിയില്ലേറ്റാലും തന്റെ സഹധർമ്മിണി ഉണ്ടല്ലോ സരസ്വതി ടീച്ചർ, അവർക്കറിയാം, നല്ല അക്ഷരായിട്ട് അറിയാം. ആയ്മയില്ലേ ഇവിടെ? വിളിക്കുക. ആരാ? എന്താ, ടീച്ചർക്കും എന്നെ മനസ്സിലായില്ലെന്നുണ്ടോ? ഓർമ്മയില്ലേ ചെറായിലെ കണ്ണാന്തി മനക്കിലെ ഭദ്രൻ നമ്പൂരി? ഈശ്വരാ, തിരുമേനിയെ കണ്ടിട്ട് ആദ്യം എനിക്ക് തീരെ മനസ്സിലായില്ല കേട്ടോ. കൊല്ലം എത്രയായി? കുറച്ചൊന്നുമല്ല, 16 വർഷത്തിലേറെയായി. ഞാൻ ചെറായി സ്കൂളിലായിരുന്നപ്പോ തിരുമേനിയുടെ ഇല്ലത്തായിരുന്നു താമസം. താമസിക്കാൻ സൗകര്യം ചോദിച്ചു. താമസം മാത്രമല്ല, ഊണും അവിടെ നിന്ന് ആയിക്കോളാൻ പറഞ്ഞു. 2 കൊല്ലം തുടർച്ചയായിട്ട് അവിടെ നിന്നായിരുന്നു ഭക്ഷണം. കാൽ കാശ് ഞാൻ വാങ്ങിയില്ല. അകത്തുള്ളവർക്ക് ടീച്ചറെ വലിയ കാര്യമായിരുന്നു. നങ്ങിയമ്മ മരിച്ച വിവരം ഒരുപാട് കഴിഞ്ഞ പിന്നെ ഞാൻ അറിഞ്ഞത്. 6 കൊല്ലായി. എന്താ, വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇങ്ങി തരൂ, ഞാൻ വാർക്കാം. വേണ്ട, കുട്ടിയെ പുറത്ത് വരുന്നുള്ളൂ, ഞാൻ ചെയ്തോ. സാരമില്ല, എനിക്കിഷ്ടം ഇതൊക്കെ ചെയ്യാൻ. സൂക്ഷിക്കണം. കൂട്ടാൻ വറുത്തരച്ച് വെക്കുന്നതോ വെറുതെ വെക്കുന്നതോ ഇഷ്ടം? മായമ്മയ്ക്ക് ഏതാണോ ഇഷ്ടം അത് തന്നെ. എന്നാ വറുത്തരച്ച് വെക്കാം, അതിനാ സ്വാദ്. ഇതൊക്കെ ആരാ കുട്ടിയെ പഠിപ്പിച്ചേ? അമ്മ. 10-12 വയസ്സിനുള്ളിലോ? അമ്മ എല്ലാ അടുക്കളപ്പണി എന്നെ പഠിപ്പിച്ചിരുന്നു. ഇല്ലത്തുള്ളപ്പോ അവിടുത്തെ പണിയെല്ലാം ഞാനാ ചെയ്തിരുന്നേ. മായമ്മ ഇങ്ങോട്ട് പോന്നേ പിന്നെ ഇല്ലത്താരാ? അച്ഛമ്പങ്ങളുണ്ട്, പാവം. അവർക്ക് വയ്യാണ്ടായ അന്തപുരത്തിന്ന് അടുക്കളയിൽ കയറിയേ മതിയാവൂ. ആര്? അച്ഛന്റെ പുതിയ വേളി, അല്ലാണ്ടാരാ? ഇല്ലത്തെ പിന്നുള്ള വിശേഷങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല കുട്ടി. അത്താഴത്തിന്റെ പാചകം പൊടിപൂരമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു സദ്യവട്ടം തന്നെ ഉണ്ടല്ലോ. ഒക്കെ മായമ്മയുടെ വെപ്പാണ്. എന്നെ കൊണ്ട് ഒരു വസ്തു ചെയ്യിച്ചില്ലേ കുട്ടി? എരിവും പുളിയൊക്കെ പാകാണോന്ന് നിശ്ചയില്ല. ഒക്കെ പാകാ. ഇരിക്കൂ. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം, നിങ്ങൾ രണ്ടാളുടെയും കഴിഞ്ഞിട്ട്. അങ്ങനെ ഒരു ഏർപ്പാട് ഇവിടെ ഇല്ല കുട്ടി. ആദ്യം ഞാൻ കഴിക്കുക, എന്നൊരു ടീച്ചർ, പിന്നെ വേറൊരാള്, ഒക്കെ ഒരുമിച്ചാ. അതാ ഇവിടെ പതിവ്. കുട്ടി ഇരിക്കൂ. വേണ്ട, എനിക്ക് പിന്നെ മതി. മായമ്മയെ പറഞ്ഞതനുസരിക്കണം. മാഷൊക്കെ പ്രഷറുള്ളതാ. എപ്പോഴാ ദേഷ്യം പൊട്ടുവരികയെന്ന് അറിയില്ല. അതിന്റെ ഇടയിൽ കൂടെ എന്നെ ഒന്ന് വെച്ചു ഇല്ലേ ടീച്ചറേ? ഇരിക്കൂ കുട്ടി. ടീച്ചറേ, വിളമ്പുക.
ഇന്ന് പുകയൂത്തൊക്കെ ഉണ്ടല്ലോ. ഹാവൂ, ഭക്ഷണം എത്ര വാരി കഴിച്ചതെന്ന് വല്ല തിട്ടമുണ്ടോ? ദഹനക്കേട് വരാതിരുന്നാ മതി. അതിനല്ലേ ഇവൻ ദഹനത്തിന് ഒന്നാന്തരം. അതെ, അസാധ്യ കൈപുണ്യമുണ്ട് കേട്ടോ ആ കുട്ടിക്ക്. അത് പറയാണ്ടിരിക്കാൻ നിർവാഹമില്ല. പിന്നെ നല്ല പെരുമാറ്റവും നല്ല പ്രകൃതവും. ആ, നങ്ങയമ്മയുടെ മകളല്ലേ, അങ്ങനെ ആവാണ്ടിരിക്കൂ. നങ്ങമ്മയുടെ മോളാച്ചാലും ആ മരങ്ങോടൻ നമ്പൂരുടെ ആ വിത്ത് അത് മറക്കണ്ട. പതുക്കെ. ആരാ അത്? ഞാനാ, മായ. കുട്ടി നേരത്തെ എണീറ്റോ? കുളിയൊക്കെ കഴിഞ്ഞല്ലോ. കാലത്ത് പതിവാ, 5 മണിക്ക് എഴുന്നേക്കും. ഇതാ കാപ്പി. കുളിക്കാതെയോ? എനിക്കൊന്നും വേണ്ടപ്പാ. അതെ, ടീച്ചറുടെ കുളിദേവാരം കഴിഞ്ഞിട്ട് ഇവിടെ കാപ്പി എന്നൊരു സാധനം കിട്ടാറുള്ളൂ. കുട്ടി ചെയ്ത് ഏതായാലും നന്നായി. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഒരു ഗ്ലാസ് ചൂട് കാപ്പി കിട്ടുക എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് അതൊരു പ്രത്യേക ഉഷാറാ. ടീച്ചർക്ക് അത് മനസ്സിലാവില്ല. നല്ല അസല് കാപ്പി മാഷേ, ടീച്ചർ ഉണ്ടാക്കാറുള്ള പോലെ തന്നെ. വർത്തമാനം പറഞ്ഞോണ്ടിരുന്നാലേ മായമ്മയ്ക്ക് ഇന്ന് കോളേജ് തുറക്കുന്ന ദിവസാ. തുറക്കട്ടെ. മാഷ് വേണം ഈ കുട്ടിയെ കോളേജിൽ കൊണ്ടുവന്നാക്കാൻ. പറഞ്ഞ പോലെ അങ്ങനൊരു കാര്യമുണ്ടല്ലോ. ഞാൻ ഇപ്പോഴേ റെഡി. അമ്മാവോ, ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വയസ്സുകാലത്ത് ഇങ്ങനെ ദിവസവും കൊണ്ടുവന്ന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഞങ്ങളും നോക്കിക്കോളാം. നിന്നെ പോലെ ഒരുപാട് എണ്ണത്തിന് 10-35 കൊല്ലം മേച്ചോണ്ട് കിടന്നവനാ ഞാൻ. മര്യാദക്കിരുന്ന് വല്ലതും പഠിക്കാനുള്ളതിന് പകരം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ വലിയ താല്പര്യമില്ലാത്ത വീട്ടിലൊക്കെ ഒഴിഞ്ഞു മാറി. ഇപ്പോൾ അതിനെ പറ്റി പറഞ്ഞു പേടിക്കാനൊന്നുമില്ല. മാഷേ, ഓക്കെ, കാണാം. രാമുണ്ണി മാഷല്ലേ? അതെ, നമസ്കാരം മാഷ്. നമസ്കാരം. മാഷക്ക് എന്നെ മനസ്സിലായോ? കണ്ടിട്ട് ഓർമ്മ കിട്ടുന്നില്ല. പറഞ്ഞാ ചിലപ്പോ അറിയും. പള്ളിക്കര സ്കൂളില് 6ൽ 2 വർഷം തോറ്റപ്പോ അപ്പച്ചൻ വന്ന് ഹെഡ് മാസ്റ്ററോട് പറഞ്ഞ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് മാറ്റിയില്ലേ, ഒരു ജോസഫ്. ഓ, ജോസഫ്. തല്ലുകൊള്ളി ജോസഫ്. വള്ളിക്കളസോ വിട്ട് മൂക്കളെ ഒലിപ്പിച്ച് നീർക്കോലി പോയിരുന്ന ചക്കൻ. നിന്റെ തൊടയിൽ ഇപ്പോഴും കാണണമല്ലോ എന്റെ ചൂരലിന്റെ പാടല്ലേ. കുട്ടി ഏതിനാ ചേർന്നത്? ഫസ്റ്റ് BA ലിറ്ററേച്ചറാണ്. ഓ, അപ്പൊ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ. കേട്ടോ മാഷേ, നമ്മൾ ടീച്ചേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണിത്. എന്നെ പഠിപ്പിച്ച് എന്റെ കണ്ണു തെളിയിച്ച മാസ്റ്റർ മകളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുക, അല്ലേ?